ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചൂര കൊണ്ടൊരു അച്ചാറാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ 2 കിലോ ചൂരയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ഞാനിവിടെ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1/2 ലിറ്റർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പം ഞാൻ ഈ ചൂരയെല്ലാം ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ മാത്രമേ അതിനെ തിരിച്ചിടാവൂ. അപ്പോൾ എല്ലാം നന്നായിട്ട് വറുത്ത് ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഇതിലേക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ചേർത്തത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ ഉലുവയുമാണ് ചേർത്തത്. ഇതിലേക്ക് 1.5 കപ്പ് ചോപ്പ് ചെയ്തിരിക്കുന്ന ഇഞ്ചിയും 1.5 കപ്പ് വെളുത്തുള്ളിയുമാണ് ചേർത്തത്. ഒരു 10-12 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കരിവേപ്പിലയും ചേർത്ത് വഴറ്റുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനീഗർ ഒഴിക്കുക. വിനീഗർ ചേർത്ത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ചൂര ചേർക്കേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ അരപ്പെല്ലാം ഈ ചൂരയിൽ പിടിക്കണം. ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് വേണം നമ്മളിപ്പോൾ ഇനിയും ചെയ്യേണ്ടത്. ഇതിനകത്ത് ചൂടുവെള്ളമൊന്നും ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വെളിയിൽ തന്നെ വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചൂര അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.